everybody, welcome back to Dr. Malavika's Muktida Ayurveda. എത്ര വേഗമാണല്ലേ ഈ 2024 അവസാനിക്കാൻ പോകുന്നത്. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ 2024 നമുക്കൊരു ഓർമ്മയാവും അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം, അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. സാഡ് മൊമെൻറ്റ്സ്, ഫെയിലുവേഴ്സ്, സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് തന്നെയായിരിക്കും അല്ലേ ഇന്ന് വരെ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വർഷം 2025 കടക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യത്തിനും കൂടി കുറച്ചൊരു കൂടുതൽ കൺസേൺ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖത്തിനെ പറ്റിയാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം കേട്ടിട്ടുള്ളവരുണ്ടാവാം, കേട്ടിട്ടില്ലാത്തവരുണ്ടാവും അല്ലേ? അപ്പം കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു ജനറൽ നോളജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഈ അസുഖം ഇപ്പോൾ നമുക്ക് മേ ബി റെയർ ആണോ എന്നൊക്കെ തോന്നാം, പക്ഷെ അല്ല. പണ്ട് സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു അസുഖം ഇപ്പം ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലും അധികമായി ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് മേ ബി ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഇതാണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് സഹായിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുക. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖം? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ? അപ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ സെൽ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് ആണ്. ഈ ഓരോ നെർവ് സെൽസിനും ഒരു സെൽ ബോഡി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ആക്സോൺ അല്ലെങ്കിൽ നീളത്തിലൊരു നെർവ് ഫൈബറും കാണും. അപ്പം ഈ ഒരു ആക്സോൺസ് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് നെർവ് വഴിയാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിലേക്കുമുള്ള സിഗ്നൽസ് പെട്ടെന്ന് നമ്മൾ ഇമ്പൾസസ് അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ചൂട് ദോശക്കല്ല് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് തൊടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ കൈ വലിക്കും അല്ലേ? അയ്യോ അമ്മയെന്ന് വലിച്ചുകൊണ്ട് അല്ലേ? അല്ലാതെ കുറേ നേരം നമ്മൾ ആ ചൂടുള്ള ദോശക്കല്ലിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? കാരണം ആ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ വരുന്നത് ഇതേ സിഗ്നൽ ബ്രെയിനിലേക്ക് അത്രയും, അതായത് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പോകുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പം ഈ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ഈ സിഗ്നൽ കടത്തിവിടുന്നത് ഈ ആക്സോണിൻ്റെ പുറത്തുള്ള, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സിന് ഒരു ഇൻസുലേഷൻ കൊടുക്കുന്നത് പോലെ ഈ ആക്സോൺ അല്ലെങ്കിൽ നെർവ് ഫൈബറിൻ്റെ മുകളിൽ ഒരു മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ കോട്ടിങ് വഴി, അതായത് ഈ സിഗ്നൽസ് ഇങ്ങനെ സ്പീഡ് ചാടി സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ്, അതായത് നമ്മുടെ കണ്ണിലേക്കുള്ള സിഗ്നൽസ് അതുവഴി, ഓപ്റ്റിക്കൽ നെർവ്സ് വഴി, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെക്കുള്ള സിഗ്നൽസ്, ഹാർട്ടിൽ നിന്നുള്ളത്, അങ്ങനെ ശരീരത്തിലെ എല്ലാം വിത്തിൻ പെരിഫറിയിൽ, അതായത് കൈ കാലിൻ്റെ അറ്റം വരെ നിന്നും നമുക്ക് ഈ നെർവ്സ് കാണും, നെർവ് എൻഡിങ്സ് കാണും. പക്ഷേ ചിലരുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസിൻ്റെ ആക്സോണിൽ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിരിക്കും, പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. അതുകൊണ്ട് ഡീമൈലിനേഷൻ ഓഫ് ന്യൂറോൺ സംഭവിക്കുന്നു. അതിനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. മീനിങ് തന്നെ ഒരു ഗ്രീക്ക് വേർഡാണ്. സ്ക്ലീറോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹാർട്ട് അല്ലെങ്കിൽ ഒരു പ്ലേക്ക് ലൈക്ക് സബ്സ്റ്റൻസസ്. അതുകൊണ്ട് തന്നെ ഒരു സ്കാർ അല്ലെങ്കിൽ ഒരു ലീഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം അധികമായി കണ്ടുവന്നിരുന്നത് സ്കാൻഡിനേവിയൻ, യൂറോപ്യൻ കൺട്രീസ് അതുപോലെയുള്ള തണുത്ത രാജ്യങ്ങളിലായിരുന്നു. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഉഷ്ണപ്രദേശത്ത് താരതമ്യേന കുറവാണെന്ന് പറഞ്ഞാലും ഇന്ന് ഇന്ത്യയിൽ തന്നെ ഡൽഹി അതുപോലെ തന്നെ കേരളത്തിലും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. 3 ഇരട്ടി സ്ത്രീകൾക്കാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കൂടുതലായി കണ്ടുവരുന്നത്. എത്ര വയസ്സുള്ളവർക്കാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 to 50 ഇയേഴ്സ്, അതിൽ തന്നെ 20 to 35 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾക്കാണ് കൂടുതലായി മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കണ്ടുവരുന്നത്. 4 തരത്തിലാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബെനൈൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതായത് സ്മോൾ നമ്പറിൽ ഒരു മൈൽഡ് അറ്റാക്സ് വന്ന് കംപ്ലീറ്റ് റിക്കവറി തരുന്ന ഒരു അസുഖമാണ് ബെനൈൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. രണ്ടാമത്തേതാണ് പ്രൈമറി പ്രോഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്.
ഇതിൽ ഈ അസുഖം വരിക പോവുക റിക്കവറി അങ്ങനെയൊന്നുമില്ല. ഈ അസുഖം ഗ്രാജുവലി ഡെവലപ്പായി, അതായത് ഇതിൻ്റെ സിംറ്റംസ് വേഴ്സണായി കംപ്ലീറ്റ്ലി ഇത് പ്രോഗ്രസീവ് കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറിയാണ് റിലാപ്സിങ് ആൻഡ് റിമിറ്റിംഗ് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. 85% ആളുകളിലും കണ്ടുവരുന്നത് ഈ ഒരു ടൈപ്പാണ്, അതായത് റിലാപ്സസ് ആൻഡ് റിമിഷൻ. അതായത് ആദ്യം ഈ അസുഖം സിംറ്റംസ് കാണിക്കും, പിന്നെ റിക്കവറി ആയിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കും, പിന്നെയും റിക്കവറി ആയിരിക്കും. ഇതിൻ്റെ ഒരു സിംറ്റംസ് ചിലപ്പോൾ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം വരെ ഒരു മൈൽഡ് ടു സിവിയർ കേസ് വരെ പോകാം. നാലാമതാണ് സെക്കൻഡറി പ്രോഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് ആദ്യം ഒരു റിലാപ്സിംഗ് റിമിറ്റിംഗ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഒരു കോഴ്സ് ഓഫ് 10 ഇയേഴ്സിൽ തന്നെ ഇതൊരു സെക്കൻഡറി പ്രോഗ്രഷനിലേക്ക് കടക്കും. അതായത് ആദ്യത്തിൽ പറഞ്ഞ ഒരു സ്റ്റേജ് ഓഫ് റിക്കവറി കാണത്തില്ല, പക്ഷേ ഇതിൻ്റെ സിംറ്റംസ് വേഴ്സണായ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലായിരിക്കും ഇത് ചെന്ന് നിൽക്കുന്നത്. എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ സിംറ്റംസ്? ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻ്റ് ആയിട്ടാണ് സിംറ്റംസ് കാണിക്കുന്നത്. 4 തരത്തിലുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലാണോ സ്പൈനൽ കോഡിലാണോ, ബ്രെയിനിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, കാഴ്ച ശക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ, അല്ലെങ്കിൽ കേൾവി ശക്തിക്ക്, അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് സംസാരശേഷിക്ക് വേണ്ടിയിട്ട്, ചിന്താശക്തിക്ക്, അങ്ങനെ ബ്രെയിനിൽ തന്നെ പലതരം ഏരിയാസിലായിരിക്കാം ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എഫക്റ്റ് ചെയ്യുന്നത്. ബ്രെയിനിൽ തന്നെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്ന പോർഷനിൽ, വൈറ്റ് മാറ്ററിലാണ് ഇത് കൂടുതലായിട്ടും സ്ക്ലീറോട്ടിക് കണ്ടീഷൻസ് നമുക്ക് കണ്ടുവരുന്നത്. കോമൺ ആയ സിംറ്റംസിനെ പറ്റി പറയുകയാണെങ്കിൽ വെർട്ടിഗോ അല്ലെങ്കിൽ ഡിസിനസ്, അതായത് ബാലൻസ് പ്രോബ്ലംസ്, കിടക്കുക അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു തല കറങ്ങുന്ന ഫീല്, ബാലൻസ് പോകുന്ന പോലെ തോന്നാം, പൊതുവേ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്, ഫറ്റീഗ് ഒക്കെ തോന്നാം, ഡിപ്രഷനിലേക്ക് പോകാം. അതുപോലെ തന്നെ കൈകാല് കോച്ചി പിടിക്കുക, സ്പാസ്റ്റിസിറ്റി, അതുപോലെ നംബ്നെസ് കാണാം. നമ്മുടെ കൈകാല് കോച്ചി പിടിക്കുക, തരിപ്പ് മാത്രമല്ല കണ്ണിൽ വരെ ഒരു നംബ്നെസ് ഒക്കെ ഫീൽ ചെയ്യാം. പക്ഷേ ശക്തിക്ക് പ്രശ്നം ഉണ്ടാകും. ബ്ലാഡർ ആൻഡ് ബവൽ പ്രോബ്ലംസ്, അതായത് ബ്ലാഡർ യൂറിൻ എപ്പോഴും പൊക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ യൂറിൻ പോകാതിരിക്കാം. ഈവൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, അതായത് പെനിസ് ഇറക്റ്റ് ആവാത്ത സെക്ഷലി ഉള്ള ബുദ്ധിമുട്ടുകൾ വരെ സംഭവിക്കാം. എങ്ങനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എല്ലാ അസുഖത്തിനും ചെയ്യുന്ന പോലെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നമുക്ക് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിലേക്ക് കടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈനാണുള്ളത്. ഒന്ന് ലെർമിറ്റ് സൈനും ഉത്തോവ്സ് ഫിനോമിനനും. ലെർമിറ്റ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ മുടി മുറിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തല കുനിച്ചു കൊടുക്കില്ലേ, അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് അടിക്കുന്ന പോലെ, അതായത് നമ്മുടെ തലച്ചോറിൽ നിന്നും കാലിൻ്റെ പെരുവിരൽ വരെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു സിഗ്നൽ നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത് ഉത്തോവ്സ് ഫിനോമിനൻ എന്ന് പറയുമ്പോൾ നമ്മൾ തണുപ്പ് രാജ്യങ്ങളിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ, അതായത് എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. വിഷനെ ബാധിച്ചിട്ടുള്ളവർക്കൊക്കെ നമുക്കൊരു വിഷൻ ഇവോക്ക് പൊട്ടൻഷ്യൽ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നട്ടിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുന്ന ലംബാർ പങ്ക്ചർ വഴി എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ടെസ്റ്റിൽ നമുക്ക് ഒളിഗോക്ലോണൽ ബാൻഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ട് നമുക്കിത് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് അഥവാ MRI സ്കാനിലാണ് നമുക്ക് ബ്രെയിനിൻ്റെ ലൈക്ക് ഒരു ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, നമുക്ക് വൈറ്റ് മാറ്ററിൽ എത്രമാത്രം ലീഷൻസ് ഉണ്ട്, സ്ക്ലീറോട്ടിക് കണ്ടീഷൻസ് ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്ഡൊണാൾഡ്സ് ക്രൈറ്റീരിയ, EDS സ്കോർ എന്നിവ നോക്കിയിട്ടാണ് നമുക്ക് ഈ അസുഖം തന്നെയാണോ ഒരു പേഷ്യൻറ്റിനുള്ളതെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അതായത് ഇതിനെ പോലെ തന്നെ റിസംബിൾ ചെയ്യുന്ന SLE, അതുപോലെ തന്നെ സാർക്കോയിഡോസിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളും ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടതും ആവശ്യകത തന്നെയാണ്. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സാ രീതി? നമ്മൾ ഈ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ്, മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ EDS സ്കോർ എല്ലാം നോക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ്, അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ്, സ്ലോ പ്രോഗ്രഷൻ ആണോ അതുപോലെ ഫാസ്റ്റ് പ്രോഗ്രഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ടാബ്ലറ്റ്സ് ആവാം, അത് ഇഞ്ചക്ഷൻ ആവാം, അതുപോലെ തന്നെ ഈവൻ സ്റ്റെം സെൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വരെ ഇതിന് അവൈലബിൾ ആണ്. ഒരു മൾട്ടിപ്പിൾ സ്ക്ലീറോട്ടിക് പേഷ്യൻറ്റ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെന്നിരിക്കെ ആ വ്യക്തിനെ, ആ ഹോൾ ഫാമിലി മെൻ്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിന് ഈ ടാബ്ലറ്റ്സോ ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റെം സെൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസോ വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്താലും അതിന് പുറമെ റീഹാബിലിറ്റേഷൻ തെറാപ്പീസ് വരെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഒക്കുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പി, വൊക്കേഷണൽ, കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻസ്, മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാംസിൽ വരെ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിനെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും.
ആയുർവേദത്തിൽ ഈ ഒരു അസുഖത്തിനെ ഒരു നെർവസ് സിസ്റ്റം ഡിസോർഡർ ആയിട്ട് മാത്രമല്ല കാണുന്നത്. സ്ഥാനം തലച്ചോറും നട്ടലുമാണെങ്കിലും വേറെ അധികം സിസ്റ്റംസ് ഇതിൽ ഇൻവോൾവ് ആണ്. ഇതൊരു കോംപ്ലക്സ് ഡിസീസ് ആയിട്ടാണ് ആയുർവേദത്തിൽ കാണുന്നത്. അതായത് 80% ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിൽ ഇൻവോൾവ് ആണ്. ഹോർമോൺ ലെവൽസ്, അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ സിസ്റ്റം ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസും കൂടി ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖം ഒരു ന്യൂറോ, ഇമ്മ്യൂണോ, സൈക്കോ, എൻഡോക്രൈനോ ഒരു കോംപ്ലക്സ് ഡിസീസ് ആയിട്ട് നമുക്ക് കാണാം. ബേസിക് ക്ലാസ്സസ് ഞാൻ ധാതുസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. സപ്തധാതുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലേ? രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര. അതിൽ തന്നെ മജ്ജാധാതുവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമായിട്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ നമ്മൾ കണക്കാക്കുന്നത്. കഫസ്ഥാനമാണ് ഈ മജ്ജാധാതു ഉള്ളത് അല്ലേ? അപ്പം ഈ കഫസ്ഥാനത്തിൽ മജ്ജാധാതുവിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു മജ്ജാധാതുവിൻ്റെ ക്ഷയം അല്ലെങ്കിൽ ഒരു കഫസ്ഥാനത്തിൽ കഫത്തിൻ്റെ ക്ഷയം സംഭവിക്കുക. ഓജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യാം. ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡിറ്റീരിയറേഷനൊക്കെയാണ് നമുക്ക് ഈ അസുഖത്തിൽ കാണുന്നത്. ധാതുക്ഷയം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പിത്തവാതദോഷങ്ങളുടെ ഒരു വൃദ്ധി നമുക്ക് ഈ അസുഖത്തിൽ കാണാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ആവരണ ചികിത്സയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏതൊരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഒരു മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ള ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും ഒരു ഇൻഡിവിജ്വലിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ പ്രകൃതി, ആ വ്യക്തി ജനിച്ചു വന്ന സാഹചര്യം എന്താകാം ഇതിനൊരു റീസൺ ആയിട്ട് ആ വ്യക്തിക്ക് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അതുപോലെ തന്നെ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ, മസിൽസിനെ എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബലം കുറവായിരിക്കും ഈ പേഷ്യൻസിന്. അതുകൊണ്ട് നമുക്ക് ബലം വർദ്ധിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. ബലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, സാരസ്വതാരിഷ്ടം പോലെയുള്ളതെല്ലാം നമുക്കൊരു ബ്രെയിൻ സ്പൈനൽ കോഡിൻ്റെ ഒക്കെ ഒരു റെജുവിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. എക്സ്റ്റേണൽ തെറാപ്പീസ് അഥവാ പഞ്ചകർമ്മ തെറാപ്പീസ് വരെ നമുക്ക് ഈ അസുഖത്തിന് കൊടുക്കാവുന്നതാണ്. കിങ് അമോങ് തെറാപ്പീസ് ആണ് നമ്മുടെ ശിരോവസ്തി. ശിരോവസ്തി എപ്പോഴും നമ്മളൊരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളിൽ വളരെയധികം കൊടുത്തു കാണുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അഭ്യംഗം, അതുപോലെ തന്നെ ഉദ്വർത്തനം പോലെയുള്ളതൊക്കെ നമുക്ക് ഒരു ബോഡിയുടെ സ്ട്രെങ്തിന്, നെർവ്സ് സ്ട്രെങ്ത് ആക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അക്ഷിതർപ്പണം, നസ്യം മുതലായവയെ നമുക്ക് കൊടുക്കാം. കാരണം അക്ഷിതർപ്പണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, വിഷൻ ലോസ് ഉണ്ടോ, ഏതൊക്കെ ഓർഗൻസിനാണ് എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് സിംറ്റമാറ്റിക് റിലീഫും കൺസർവേറ്റീവ് മാനേജ്മെൻറ്റും നമുക്ക് ആയുർവേദത്തിലൂടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സിൽ വസ്തിക്ക് ഇതിന് വളരെയധികം വലിയൊരു പ്രാധാന്യമുണ്ട്. മുസ്താദി, രാജയാപന വസ്തി പോലെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളൊരു പേഷ്യൻസിന് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, രസായന ഔഷധീസ്, രസായന വാജീകരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ റിജുവനേഷൻ തെറാപ്പി പോലെ, നമ്മൾ റീഹാബിലിറ്റേഷൻ തെറാപ്പീസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അയാളെ നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ബട്ട് പ്രൊവൈഡഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വ്യക്തിനെ കുറിച്ചുള്ള ഒരു ഡീപ്പ് അനാലിസിസ് നടത്തി പ്രകൃതി സ്റ്റഡി ചെയ്ത് ആ വ്യക്തിയുടെ അസുഖത്തിൻ്റെ ഒരു സ്വഭാവം കണ്ടുപിടിച്ച്, അതായത് സ്ലോ പ്രോഗ്രഷൻ ആണോ അതുപോലെ തന്നെ ഫാസ്റ്റ് പ്രോഗ്രഷൻ ആണോ, ഇതിലേത് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അനലൈസ് ചെയ്തതിന് മാത്രമേ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആൻഡ് എസ്പെഷ്യലി എപ്പോഴും പറയുന്നത് പോലെ തന്നെ എപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആയുർവേദ ചികിത്സാ രീതി അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പേഷ്യൻ്റ് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ആയുർവേദത്തിലേക്ക് ആ വ്യക്തിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു അസുഖത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റിക്കവറി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രോഗ്നോസിസ് കുറച്ച് ബാഡ് പ്രോഗ്നോസിസ് ആയിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഏതൊരു അസുഖത്തിനും നമ്മൾ ചികിത്സാ രീതി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തെ പറ്റി ഒരു ജനറൽ അവയർനെസ് ആൻഡ് നോളജ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സിംറ്റംസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക എന്നതൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.